ഹായ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് നിംസാണേ, ടാരോട്ട് റീഡർ. ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ കണ്ടിന്യൂഷൻ പോലെ തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഡെവിൾ എനർജി ഉണ്ട് കേട്ടോ, അതിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അത് റിവേഴ്സായിട്ട് കാണിക്കുന്നത്. അതായത് തേർഡ് പാർട്ടി ആയിട്ട് അവർ അത്ര രസത്തിലല്ല. ഇപ്പോൾ അവർ കമ്പയർ ചെയ്യാണ് എന്തുകൊണ്ടും ബെറ്റർ, അല്ലെങ്കിൽ അവരെക്കാളും 10 മടങ്ങ് ബെറ്റർ നിങ്ങളാണ് അവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. അവർ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്, അവർക്ക് എവിടെ നിന്ന് സ്നേഹം കിട്ടണത് അതെല്ലാം നിങ്ങളാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവർ നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് റീയൂണിയൻ വേണം, ഒരു മാരേജിലേക്ക് എത്തണം എന്നൊക്കെയാണ് വ്യൂവേഴ്സിൽ. കുറേ പേർക്ക് ഇത് മാരേജിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. കുറേ പേര് ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരുന്നു. അതൊക്കെ മാറിക്കൊണ്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്താനായിട്ടൊരു കാത്തിരിക്കുകയാണ്. പിന്നെ ഏസ് ഓഫ് വാണ്ട്സ് പറയുന്നത് ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട്. അവർ ന്യൂ ഐഡിയാസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യണം നിങ്ങളുടെ ലൈഫിൽ, നിങ്ങൾ ഇനി വിട്ട് കളയാൻ പറ്റില്ല നിങ്ങളെ. അങ്ങനെ ഉറച്ച തീരുമാനം കിങ് ഓഫ് സ്വാർട്സിലും അത് തന്നെയാണ് പറയുന്നത്. അതായത് ഒരു കറക്റ്റായിട്ട് തീരുമാനം എടുത്തിരിക്കുകയാണ്, ഉറച്ച തീരുമാനം. നിങ്ങളിനി വിട്ട് കളയാൻ പറ്റില്ല. കുറേ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്, അതെല്ലാം അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങളിനി വിട്ട് കളയാൻ പറ്റില്ല. നിങ്ങളോട് മിണ്ടാതിരിക്കുന്ന ഈ സമയം പോലും അവർ എത്രയും പെട്ടെന്ന് അതൊക്കെ അവസാനിപ്പിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് എത്തണം. പിന്നെ കാണിക്കുന്ന ലവേഴ്സ് കാർഡ് കണ്ടോ, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് റീയൂണിയൻ വേണം. പിന്നെ കാണിക്കുന്നത് എന്താ, 4 ഓഫ് വാണ്ട്സ് ആണ്. അതും ഒരു ഹാർമണിയെ സൂചിപ്പിക്കുന്നത്. അതൊക്കെ നിർവൃതിയാണെന്നിട്ട് ക്യൂൻ ഓഫ് പെൻറ്റക്കിളും ആ ഒരു നിങ്ങളായിട്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ അവസാനിച്ച് ഒരു പൂർണ്ണതയിൽ എത്താനായിട്ടാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് പോലും അത് തന്നെയാണ് പറയുന്നത്. അതായത് നിങ്ങൾ ആയിട്ടുള്ള ന്യൂ കണക്ഷൻ ഉണ്ടാവും. റിലേഷൻഷിപ്പ് തന്നെ വളരെ അടുത്ത് നിങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞവർ എത്രയും പെട്ടെന്ന് എത്തും. കഴിഞ്ഞ ദിവസത്തെ റീഡിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ പോലെ തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സ് കാണിച്ചു തരുന്നത്. ഞാൻ ഫർദർ ആയിട്ട് ഇത് ക്ലാരിഫൈ ചെയ്യണമല്ലോ, കാർഡ്സ് എടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അതിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്ത് സെൽഫ് ലവ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ഈ ടൈമിലാണ് നിങ്ങളുടെ പേഴ്സൺ അവിടെ നിങ്ങളെക്കുറിച്ച് പകൽ സ്വപ്നമൊക്കെ കണ്ട് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്ത. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് അവരുടെ ചിന്ത. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണം, നിങ്ങളോട് സംസാരിക്കണം, തെറ്റുകളെല്ലാം പറയണം. ഇനി നിങ്ങളെ വിട്ട് കളയാൻ പറ്റില്ല. അവർ പറയുന്നുണ്ട്, ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു. നിങ്ങൾ തന്നെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലെ നിങ്ങൾ തന്നെ അവരുടെ ആരൊക്കെയാണ്. നിങ്ങളെ വിട്ട് കളയാൻ പറ്റില്ല എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവെന്ന് പറഞ്ഞാൽ ഇനി നിങ്ങളിൽ നിന്നൊരു തിരിച്ചുപോക്കില്ല പറയില്ലേ. നിങ്ങൾ മാത്രമാണ് അവരെ മനസ്സിലാക്കിയിട്ടുള്ള പേഴ്സൺ, അവരെ സ്നേഹിച്ചിട്ടുള്ള പേഴ്സൺ. നിങ്ങളുടെ അടുത്താണ് അവർ കംപ്ലീറ്റ് ആവുന്നത്. ലോകത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, ചുറ്റും ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും, നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ പാസ്റ്റ് ലൈഫ് കണക്ഷനാണെന്ന് അവർ തിരിച്ചറിഞ്ഞ് എല്ലാം തെറ്റുകളും ഏറ്റു പറഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് എത്താനായിട്ട് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അതടുത്തെത്തിക്കഴിഞ്ഞു എന്ന് വീണ്ടും വീണ്ടും യൂണിവേഴ്സ് പറയുകയാണ്. എത്രയും പെട്ടെന്ന് റിയൂണിയനും ഉണ്ടാകും. അതുമാത്രമല്ല, അവർ നിങ്ങളോട് സംസാരിക്കുവാനും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനും ചാൻസും ഉണ്ട്. നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നിങ്ങളുടേതായ വിഷമങ്ങളെല്ലാം ഹീലായിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു പുതിയൊരു ചാപ്റ്റർ പോലെ, പുതിയൊരു തുടക്കം പോലെ അവരെത്താണ്. അവരെത്തുമ്പോൾ നല്ലതാണെങ്കിൽ, നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കണം. അവരിൽ എന്തൊക്കെ കുറവുണ്ടെങ്കിലും നിങ്ങളിലേക്ക് അവർ എല്ലാം മറന്നുകൊണ്ട് എല്ലാ
അവരുടെ ലൈഫിലും കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. എല്ലാവരും നല്ലവരാന്ന് പറയണില്ല, എല്ലാവരും മോശമല്ല. തെറ്റുകൾ ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുകളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്ത് ക്ഷമിച്ച് നിങ്ങൾ ഒരുമിച്ച് പോവുക. എൻ്റെ വ്യൂവേഴ്സിന്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഞാൻ പറയുന്നത് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ട് കളയുക. നിങ്ങളുടെയാണ് ലൈഫ്, നിങ്ങളാണ് എല്ലാ ഡിസിഷൻസ് എടുക്കേണ്ടത്. എനിക്ക് യൂണിവേഴ്സ് പറയുന്ന കാര്യം നിങ്ങളോട് പറയാനേ പറ്റുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്ന് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. ചിലപ്പോൾ വലിയ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ചെറിയ ചെറിയ സൗന്ദര്യപ്പണക്കോ ചെറിയ ചെറിയ എന്തെങ്കിലും പോരായ്മകളൊക്കെ ആണെങ്കിൽ ക്ഷമിച്ച് ഒരുമിച്ച് ജീവിതം കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇതിൽ ലവേഴ്സ് മാത്രമല്ല, മാരേജ് കഴിഞ്ഞിട്ടും പിരിഞ്ഞു നിൽക്കുന്നവരുണ്ടാവാം. നിസ്സാര കാര്യങ്ങൾക്ക് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉള്ളവരുണ്ടാവാം. നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ പാർട്ട്ണർ എങ്ങനെയാവണം, എന്താവണം. അപ്പം നിങ്ങൾ അനുയോജ്യമായൊരു തീരുമാനം എടുക്കുക. എന്നാൽ ഈ കാർഡ്സ് കാണിക്കുന്നത് റീയൂണിയൻ തന്നെയാണ് കേട്ടോ. അതായത് എവിടേക്കൊക്കെ അവർ പോയാലും എല്ലാം ഉപേക്ഷിച്ചിട്ട് അവർ നിങ്ങളിലേക്ക് തന്നെ വരും. അത്രയേറെ എൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഇഷ്ടമുണ്ട്. അവരുടെ ലൈഫിൽ അവർ പൂർണ്ണതയിലെത്തുന്നതും അവരായിട്ടിരിക്കുന്നതും നിങ്ങളുടെ അടുത്ത് മാത്രമാണ്. എല്ലാ ദിവസവും എന്ന് പറയില്ലേ, എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് എത്തണം. എവിടെയെങ്കിലും ഒരു പേര് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നിങ്ങളുമായി കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ അവിടെ മനസ്സിൽ അപ്പോൾ ഓടിയെത്തും നിങ്ങളായിരുന്നെങ്കിൽ. ഒരുപാട് ക്ഷമ ചോദിക്കുന്നുണ്ട് അവർ സാഹചര്യം കൊണ്ടാണ് അവരങ്ങനെ പോയെന്ന് പോലും പലരും ചിന്തിക്കുന്നുണ്ട്. ഇതിൽ എല്ലാം യൂണിവേഴ്സിൽ സമർപ്പിക്കുക. റിയൂണിയൻ എത്രയും പെട്ടെന്ന് നടക്കാൻ ഞാനും പ്രാർത്ഥിക്കാം. എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക. നിങ്ങളുടെ സ്വന്തം നിംസ് അടുത്ത വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം.